അഭിലാഷ്, അങ്ങ് വളരെ വൈകാരികമായി ഷമ്മാസിനോടും അതുപോലെ തന്നെ അഫ്സലിനോടൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ അങ്ങ് ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയാം, കേരളത്തിലെ ഒരു ശരാശരി മലയാളിക്ക് കേൾക്കാനോ കാണാനോ കഴിയുന്ന രംഗങ്ങളല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കലോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിക്രൂരമായ അക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോ നിങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു SFIയുടെ ഒരു സുഹൃത്ത് വലിയ പരിക്ക് പറ്റി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. ശരിയാണ്. ഞാൻ നിങ്ങളോട് അഭിലാഷിനോട് പറയുന്നത്, അഭിലാഷ്, നിങ്ങൾ ഡി സോണിന്റെ ഒരു വേദിയിൽ നിന്നുകൊണ്ട് മാത്രം ഈ വിഷയത്തെ വിലയിരുത്തുമ്പോൾ വളരെ ഫാക്ച്വൽ ആയ ഒരു തെറ്റുണ്ട്. നിങ്ങൾ മാധ്യമങ്ങൾ പോലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ റിപ്പോർട്ടർമാരോട് ചോദിക്കേണ്ട ഒരു കാര്യം, ഇത് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇത് തൃശ്ശൂർ ജില്ലാ കലോത്സവത്തിൽ നിന്ന് ആരംഭിക്കുന്നതോ അവസാനിക്കുന്നതോ അല്ല. ഇത് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് യൂണിയൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടം മുതൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. ഞാൻ പ്രിയപ്പെട്ട അഭിലാഷിന്റെ വാട്സാപ്പിലേക്ക് SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ ഒരു വോയിസ് അയച്ചിട്ടുണ്ട്. ആ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാളാണ്. ആ വോയിസിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിനകത്ത് യൂണിവേഴ്സിറ്റി യൂണിയന്റെ കാർണിവൽ നടന്നു. ഈ പരിപാടി എങ്ങനെയെങ്കിലും പൊളിക്കണം. കാരണം ഇത് നന്നപോലെ നടന്നാൽ കുട്ടികളുടെ മനസ്സിൽ ഇടം കിട്ടും. അപ്പൊ അത് ആഴ്ചകളോളം നിലനിർത്താനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അപ്പോൾ ഇത് പൊളിക്കണം. SFIയുടെ സംസ്ഥാന നേതാവ് പറയാണ്. അത് കഴിഞ്ഞിട്ട് ആ ക്യാമ്പസിൽ 3 ദിവസമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നടക്കുന്ന ഈ പരിപാടിയിൽ ഞാൻ ഇതിന്റെ പ്രാരംഭഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. 1 മിനിറ്റ് സമയം എനിക്ക് ഇപ്പോൾ അധികം തന്നാൽ പിന്നെ സമയം തന്നില്ല, കുഴപ്പമില്ല, ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടെ വെച്ച് SF 3 ദിവസത്തെ പരിപാടിയിൽ 2 ദിവസവും നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ സംഘാടകർ ഇത് നടത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന നിലയ്ക്ക് പൂർണ്ണമായി സംയമനം പാലിച്ചു പോയി. 3ാമത്തെ ദിവസം ആസൂത്രിതമായി അവിടെ സംഘാടകരെ മർദ്ദിക്കുന്ന ഘട്ടം ഉണ്ടായി. സ്വാഭാവികമായി ഉന്തും തള്ളും ഉണ്ടായി. വലിയ പരിക്കുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഉന്തും തള്ളും ഉണ്ടായി. DSC ഓഫീസിലേക്ക് ഓടിക്കയറി SFI ഒളിച്ചു. അവിടെ ഉണ്ടായ സംഘാടകർ, MSFന്റെയും KSന്റെയും പ്രവർത്തകരായ സംഘാടകർ, ഞാൻ തന്നെ പറയുന്നു, അവരെ പോലീസിനോട് പിടിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് നിഷ്ക്രിയമായി നിന്നു. ആ DSC ഓഫീസിന്റെ മുമ്പിൽ നിന്ന് അതിന്റെ വാതിലിനെ തല്ലി ചവിട്ടുന്ന ഘട്ടം ഉണ്ടായി. ആ വാതിലിന്റെ ഒരു പരിക്കും പറ്റിയില്ല എന്ന് മാത്രമല്ല, അവർക്കൊരു പരിക്കും പറ്റിയില്ല എന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്പോഴും നിൽക്കുന്ന വീഡിയോ അതിന് തെളിവാണ്. അവിടെ നിന്ന് കഴിഞ്ഞു. പിന്നീട് എന്താ സംഭവിച്ചത്? അന്ന് രാത്രി, ഞാൻ വളരെ ഉത്തരവാദിത്തോടുകൂടി പറയുന്നു, ഞാൻ ഇത് കാണിക്കുന്നത് ഞാൻ നിങ്ങളെ വാട്സപ്പിൽ അയക്കാം. ഇത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി അന്ന് രാത്രി 2 ആഴ്ച മുമ്പ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ്. നിങ്ങൾ തൃശ്ശൂരിലെ സോൺ കലോത്സവത്തിൽ നിന്നാണ് അഭിലാഷ് ചർച്ച ആരംഭിച്ചത്. അവിടെയല്ല അതിന്റെ പ്രശ്നം. അതിൽ അദ്ദേഹം പറയാണ്, ഇനി തിരിച്ചു കിട്ടുമ്പോൾ നിന്ന് മോങ്ങാനും SFI ഫാഷിസം എന്ന് നിലവിളിക്കാനും MSFകാർ ഇവിടെ കാണണം. എന്നിട്ട് പറയാണ് DSC ഓഫീസ് തകർത്തോ. അദ്ദേഹം തന്നെ ഇട്ട വീഡിയോ നിങ്ങൾ പരിശോധിക്ക്. അതിൽ വാതിലിന് വന്ന് അവർ മുട്ടുന്നുണ്ട്, ചവിട്ടുന്നുണ്ട്, പോലീസ് വരുമ്പോൾ എല്ലാവരെയും മാറ്റുന്നുണ്ട്. പക്ഷെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി തല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്യാൻ. എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്നിട്ട് തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിൽ 4 ക്രൈം രജിസ്റ്റർ ചെയ്തു. 4 ക്രൈമിൽ ഇപ്പൊ ഗോകുലിനെതിരെ എടുത്തു പോലുള്ള നോൺ ബൈലബിൾ ഒഫൻസ് ഉണ്ട്. എന്താ ക്രൈമിലെ കാരണം? ഈ പറയുന്ന SFI സംസ്ഥാന സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രചോദിതരായി അവിടുത്തെ SFIയുടെ നേതാക്കന്മാർ അതിക്രൂരമായ അക്രമം അഴിച്ചുവിട്ടു. ഞാൻ 2 കാര്യം കൂടി ചേർക്കാം. ഒന്ന്, SFIയുടെ ഞാൻ നേരത്തെ പറഞ്ഞ കോഴിക്കോട് ജില്ലയുടെ സംസ്ഥാന ഭാരവാഹി അവിടുത്തെ യൂണിവേഴ്സിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടതാണ്. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പറയാൻ MSFന്റെ പ്രവർത്തകന്മാരെ SFIയുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിക്രൂരമായി മർദ്ദിക്കുകയും ഹോസ്റ്റൽക്കാരെ മർദ്ദിക്കുകയും ചെയ്തിട്ട് ഒരു സംസ്ഥാന ഭാരവാഹി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ തല്ലിയിട്ടുണ്ട് എന്ന് വിളിച്ചു പറയാൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇരിക്കുന്ന അഫ്സല് വളരെ ഭംഗ്യന്തരേണ വളരെ സംസാരിച്ചു പോയി. ഞാൻ അഭിലാഷിന്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ഇത് അഫ്സലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അത് ഡിലീറ്റ് ചെയ്തു. ഞങ്ങൾ അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു. 1.5 മണിക്കൂർ സമയം ഇത് ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു. ഈ ഇരിക്കുന്ന SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ അഫ്സൽ ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റാണ്, ഡിയർ കോംറേഡ്, പ്ലീസ് നോട്ട് ചെസ് നമ്പർ 1 ഓൺ ദി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയുടെ SFIയുടെ സംസ്ഥാന ഭാരവാഹി ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ഇതിന്റെ പേരിൽ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ നോൺ ബൈലബിൾ ആയി FIR രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ആ കുട്ടിയുടെ ചിത്രം എടുത്ത് ഒരു സംസ്ഥാന നേതാവ് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് ഞങ്ങൾ തിരിച്ചടിച്ചു എന്ന് പറയാണ്. അപ്പോ അങ്ങനെ ആരംഭിച്ച ഒരു പ്രശ്നം, ആ പ്രശ്നത്തിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കഴിഞ്ഞു. പിന്നീട് സോണൽ കലോത്സവങ്ങൾ നടക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിന്റെ ഇന്റൻഷൻ എന്ന് ചോദിച്ചാൽ, യൂണിവേഴ്സിറ്റി ശ്രീ നവാസ്, എന്റെ ചോദ്യം അവിടെ തന്നെയാണ്. ഇങ്ങനെയാണോ ഒരു കലോത്സവം നടത്തേണ്ടത്? ഇപ്പൊ ഈ കലോത്സവത്തിനകത്ത് ഇപ്പോ ജഡ്ജ്മെന്റിനെ കുറിച്ചൊക്കെയുള്ള പരാതി വരിക, വിദ്യാർത്ഥികൾ ചിലപ്പോൾ സ്റ്റേജിൽ ഇരിക്കുക, ഇതൊക്കെ ആദ്യമായി നടക്കുന്നൊന്നുമല്ല. ഇത്തരം പരാതികളൊക്കെ വരും. അതുപോലെ ഈ കലോത്സവത്തിന്റെ മത്സരങ്ങൾ വൈകുക, ഇവിടെയും 12 മണിക്കൂറൊക്കെ വൈകിട്ടുണ്ട്. മത്സരങ്ങൾ വൈകുക, പ്രതിഷേധങ്ങൾ ഉണ്ടാവുക, അവിടെ വാക്കേറ്റം ഉണ്ടാവുക, ഇതൊക്കെ കലോത്സവങ്ങളിലൊക്കെ സ്വാഭാവികമായും സാധാരണയായിട്ടൊക്കെ നടക്കും. അതൊന്നും വലിയ അന്താരാഷ്ട്ര വിഷയമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ഈ ഡി-സോൺ കലോത്സവ വേദിയിൽ കണ്ടതുപോലെ ഡി-സോൺ കലോത്സവ വേദിയിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഒരു വിദ്യാർത്ഥി നിരായുധനായി നിലത്ത് വീണുപോയ ഒരു ചെറുപ്പക്കാരന്റെ തല തല്ലി പൊളിക്കുന്നത് ഈ പറഞ്ഞ കാരണങ്ങൾ, ഈ പറഞ്ഞ താങ്കൾ ഇപ്പൊ എണ്ണി പറഞ്ഞ ഏതെങ്കിലും കാരണം കൊണ്ട് സാധൂകരിക്കാവുന്ന ഒരു കാര്യമാണോ? ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയാണോ നിങ്ങൾ കലോത്സവം നടത്തേണ്ടതെന്ന്? പറഞ്ഞോട്ടെ. പറഞ്ഞു. ഒരു കാരണം കൊണ്ട് ന്യായീകരിക്കാവുന്ന ഒന്നല്ല. അത് മാത്രമല്ല,
ആ വേദിയിൽ കയറിയിട്ട് അവിടുത്തെ KSUവിന്റെ MSFന്റെ പ്രവർത്തകർ ആക്രമിച്ചു ന്യായീകരിക്കാവുന്നതല്ല. തൊട്ടപ്പുറത്ത് തിരുവങ്ങാടി, ഞാൻ മലപ്പുറത്താണ്, യൂണിവേഴ്സിറ്റിയിലാണ് താമസിക്കുന്നത്. തൊട്ടപ്പുറത്തെ തിരുവങ്ങാടി ഗവൺമെന്റ് ആശുപത്രിയിൽ ഇന്നലെ SFIയുടെ പ്രവർത്തകൻ ആക്രമിച്ചിട്ട് ഒരാൾ അഡ്മിറ്റ് ആയി നിൽക്കുന്നുണ്ട്. MSFന്റെ പ്രവർത്തകനാണ്. അതും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. രക്തം കൊണ്ട് ഈ കലയെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അല്ല, പക്ഷേ നിങ്ങൾ നേതാക്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഈ വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ച്, ഇപ്പൊ താങ്കളെ അഫ്സലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് അയച്ചു തന്നു. അഫ്സലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ അയച്ചത് എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഗോകുൽ ഗുരുവായൂർ എന്ന KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട്. ഓട്ടെ, നിങ്ങളുടെ തന്നെ നേതാക്കൾ ഈ ആക്രമണം നടത്തിയ ആളുകളെ, നിങ്ങളുടെ അണികൾ, KSUവിന്റെ MSFന്റെ ഒക്കെ അണികൾ കൊടുത്തിട്ടുണ്ട്. കൊടുത്ത വീരന്മാരാണ് ഇവർ. ഈ മട്ടിലാണ് കേരളത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നടക്കുന്നത്. പരസ്പരം കൊന്ന് തീർക്കാം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ വേണം എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന നേതാക്കളും അണികളും ഏത് തരത്തിലാണ് നിങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കള്ളിയിൽപ്പെടുത്തുക? ഇങ്ങനെയാണോ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക? ഇങ്ങനെയാണോ ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക? അഭിലാഷ് എന്നെ പറഞ്ഞു പൂർത്തീകരിക്കാൻ അനുവദിക്കണം. പറയൂ. ഒരു കാരണവശാലും അല്ല എന്ന 1000 തവണ ഞാൻ അഭിലാഷിനോട് മറുപടി പറയാണ്. ഞാൻ ഇപ്പൊ അഭിലാഷ് 2 സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ടിലെ സമയമാണ് പ്രധാനം. SFIയുടെ സംസ്ഥാന സെക്രട്ടറി, അതായത് അന്ന് ആഹ്വാനം ചെയ്തിട്ട് കോഴിക്കോട്ടുള്ള സംസ്ഥാന ഭാരവാഹി അക്രമം ആരംഭിച്ചിട്ട് ഈ ഇരിക്കുന്ന അഫ്സൽ ഉൾപ്പെടെ അതിനെ ന്യായീകരിച്ച് തല്ലിയ കുട്ടിയുടെ ഫോട്ടോ അടക്കം ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അവസാനം സംസ്ഥാന സെക്രട്ടറിയുടെ ഫിനിഷിംഗ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു ആർമാക ചിത്രം ഇട്ടിട്ട് അദ്ദേഹം പറയാണ് ഒക്കെ റെഡിയാണല്ലോ, കിട്ടുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ ഇതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഞാൻ പറയുന്നത് ഒരു പ്രശ്നത്തിലെത്തി, തൃശ്ശൂരിലെ D സോണിൽ എത്തി നിൽക്കുന്നു. അവിടെ നിൽക്കുന്ന ഒരു ഇഷ്യൂ മാത്രമല്ല, ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല. ഭരണം നഷ്ടപ്പെടുന്ന സാധാരണയല്ലേ? എത്ര ഭരണം നഷ്ടപ്പെടുന്നു? ഞങ്ങൾ എത്ര കാലം യൂണിവേഴ്സിറ്റി ഭരണം ഇല്ലാതെ മുന്നോട്ട് പോയി. ഇനി നിങ്ങൾ പറഞ്ഞല്ലോ ഇതിനകത്തുണ്ടായ പ്രശ്നം സാധാരണമാണ്. അല്ല, അസാധാരണമാണ്. ഞാനത് അഭിലാഷിൽ പറഞ്ഞുതരാം. എന്താണ് അസാധാരണം എന്നറിയോ? 5 ദിവസം നീണ്ടു നിന്നുകൊണ്ട് മലപ്പുറം ജില്ലയുടെ കലോത്സവം EMEA കോളേജിൽ നടന്നു. ഞാനൊരു സ്ക്രീൻഷോട്ട് കൂടി ഇപ്പൊ അയക്കുന്നുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്നറിയോ? ഈ MSFന്റെ പച്ചക്കോട്ടയിൽ ഞങ്ങൾ നടക്കുന്നു, ഞങ്ങളെ തൊടാൻ ആളില്ല. ആദ്യം 3 ദിവസം നിരന്തര വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇവരെ തന്നെ എഴുതിവിടാണ്. നിഷ്കളങ്കരായ SFIയുടെ പ്രവർത്തകന്മാർ ഈ പറയുന്ന അഫ്സൽ പറഞ്ഞല്ലോ അവിടെ പ്രശ്നമുണ്ടെന്ന്. ഒരു തവണ പോലും അങ്ങോട്ട് വന്നു നോക്കിയിട്ടില്ല അഫ്സൽ. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു തവണ പോലും ആ കോമ്പൗണ്ടിൽ വന്നു നോക്കിയിട്ടില്ല. സാധാരണക്കാരായ സാധുക്കളായ സഖാക്കളായ SFIക്കാർ, അവർ കലയെ സ്നേഹിക്കുന്നവർ, അവർ അങ്ങോട്ട് വരുന്നു. എന്നിട്ട് അവരെ തല്ലാൻ വേണ്ടിയിട്ട് ഓഫീസിനകത്തിരുന്ന് ഈ നേതാക്കന്മാർ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രകോപനം ഉണ്ടാക്കാൻ 4 ദിവസം കഴിഞ്ഞു. 5ാമത്തെ ദിവസം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ മാർക്കിൽ അട്ടിമറി നടന്നു, MSFന്റെ ക്യാമ്പസിന് മാർക്ക് കൂട്ടിക്കൊടുത്തു എന്ന ആരോപണമായിട്ടാണ് വന്നത്. 1ാം സ്ഥാനത്ത് മമ്പട MBS ആയിരുന്നു. അവിടെ KSU ഒറ്റയ്ക്ക് ഭരിക്കുന്ന ക്യാമ്പസാ. 2ാം സ്ഥാനത്ത് SFI ഒറ്റയ്ക്ക് ഭരിക്കുന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ ക്യാമ്പസാ. MSF ഭരിക്കുന്ന PSMO കോളേജ് 3ാം സ്ഥാനത്താ. അപ്പോൾ ഒരു കള്ളം ഉണ്ടാക്കി അടിസ്ഥാനപരമായി ഇവർക്ക് ഈ കലോത്സവങ്ങൾ നിർത്തിവെക്കണം. ഞാനിപ്പോ ഒരു വോയിസ് കൂടി അഭിലാഷിന് അയച്ചിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ അയക്കുന്നത് നിങ്ങൾ പരിശോധിച്ചോ. തൃശ്ശൂർ ജില്ലാ എക്സിക്യൂട്ടീവ്, ഇപ്പൊ ഈ പ്രശ്നം പറഞ്ഞാൽ തീർത്തോട്ടെ, തൃശ്ശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് SFIയുടെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ വോയിസ്, സയോജന വോയിസ് ഞാൻ അയച്ചു. അതിന് അദ്ദേഹം പറയാണ് തൃശ്ശൂർ ജില്ലാ SFIയുടെ തീരുമാനമുണ്ട് കലോത്സവം നടത്തണ്ട എന്ന്. നിങ്ങൾ കേൾക്കാം വോയിസ്. അപ്പൊ ഇവർ കലോത്സവം നടത്തരുത് എന്ന് തീരുമാനമെടുത്തിട്ട് കലോത്സവം എന്നതിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഗോകുലുമായി പ്രശ്നം ഉണ്ടായ ക്യാമ്പസിനകത്ത് അവിടെ ആ പ്രവർത്തനങ്ങൾ നടന്ന് ഇനി 18 ഐറ്റം മാത്രമേ ബാക്കിയുള്ളൂ. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി. സഹിക്കാവുന്നതിന് അങ്ങേ അറ്റം സംഘാടകർ ക്ഷമിച്ചും സഹിച്ചുമാണ് മുന്നോട്ട് പോയത് എന്ന് കരുതി ചെയ്തതൊന്നും ന്യായീകരിക്കാൻ വ്യക്തിപരമായി MSFന്റെ പ്രതി ചെയ്തതൊന്നും ന്യായീകരിക്കുന്നില്ല എന്നുള്ളത് സ്വാഗതാർഹമായ കാര്യം. അങ്ങേ പോലെ നിരാശയോട് കൂടി തന്നെയാണ് ഈ ചർച്ചയിൽ ഞാനും പങ്കെടുക്കുന്നത്. ഇങ്ങനെയൊന്നും അല്ല കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടതെന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. ഇനി എന്റെ സുഹൃത്ത് അഫ്സൽ ഇപ്പോ നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നു. ദയവ് ചെയ്ത് അഭിലാഷ് ഒരു കാര്യം ചെയ്യണം, അതിന്റെ FIR ഒന്ന് പരിശോധിക്കണം. എന്നെ 1ാം പ്രതിയായിട്ട് ഇവർ കേസ് കൊടുത്തു. പോലീസ് അന്വേഷിച്ചു. ഏത് പോലീസ്? പിണറായിയുടെ പോലീസ്. ഞാൻ ആ സ്ഥലത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ജാമ്യം പോലും എടുക്കേണ്ടത് പറഞ്ഞ് എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കി. ആ കാര്യം ആദ്യം അഭിലാഷ് മനസ്സിലാക്കേണ്ടത്. SFIയുടെ ഒരു രാഷ്ട്രീയം അഭിലാഷ് പഠിക്കുന്ന കാലത്ത് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ SFI ഒരു ക്യാമ്പസിൽ ചെയ്യാൻ ഞാനൊന്ന് പറയാം. ഒന്ന് നിൽക്കുക അഫ്സല, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ അവസരം നിങ്ങൾ പറഞ്ഞില്ലേ അഭിലാഷ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരാളെ SFIക്ക് മർദ്ദിക്കണമോ? അത് KSU ആട്ടെ MSF ആട്ടെ ആരും ആട്ടെ, അവനെതിരെ 2 ആരോപണം. ഒന്ന്, എന്തെങ്കിലും ഞങ്ങളെ പോക്കറ്റ് അടിച്ചു എന്നോ, അല്ലെങ്കിൽ ഞങ്ങളെ തോണ്ടി എന്നൊരു ആരോപണം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ പെൺകുട്ടികളെ ഏതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുത്തി ആരോപണം ഉണ്ടാക്കും, എന്നിട്ട് ആക്രമിക്കും. ഇത് സ്ഥിരം നമ്പറാണെന്നേ. ഇത് എല്ലാ തവണ ഉണ്ടാകുന്നതാ. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. SFIയുടെ സംസ്ഥാന ഭാരവാഹി ആണല്ലോ ഇരിക്കുന്ന അഫ്സൽ താങ്കൾക്ക് ഒരു വീഡിയോ അയച്ചു എന്ന് ഇവിടെ പറഞ്ഞു. അതിൽ PK നവാസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനിതാ ഈ ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുന്നു, ആ വീഡിയോ അഭിലാഷ് പ്രദർശിപ്പിക്ക്. നവാസിന്റെ ചിത്രമോ ഫോട്ടോയോ എന്തെങ്കിലും ഒന്ന് അതിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ച് അഫ്സൽ പറയുന്ന കാര്യം ചെയ്യാൻ തയ്യാറാണ്. അഫ്സലിനെ പോലെ സംസ്ഥാന ഭാരവാഹി സ്ഥാനത്തിൽ തോന്നിവാസം കാണിക്കുന്ന ആളല്ല ഞാൻ.
എനിക്കറിയാം എന്റെ മെമ്പർഷിപ്പിൽ ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എന്റെ പിറകിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. ജില്ലാ പ്രസിഡന്റ് തോന്നിവാസം കാണിക്കാതാണോ? ഒന്ന് മിണ്ടാതിരിക്കുന്നത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. സംസ്ഥാന പ്രസിഡന്റ് മാത്രമാണോ മാന്യം? സമയം തന്നല്ലേ നിങ്ങൾ ആരോപണം ഉന്നയിച്ചതല്ലേ, അത് വിശദീകരിക്കട്ടെ. അതിനുശേഷം ഞാൻ അവസരം തരാം. പറഞ്ഞു തീർക്കട്ടെ. ഞാൻ അതിന്റെ കൂടെ ഞാൻ MSF ജില്ലാ പ്രസിഡന്റ് കാര്യം പറഞ്ഞിരുന്നു, അതുകൂടെ പറയട്ടെ. സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല, അത് പറയാം, താങ്കൾക്ക് അവസരം തരാം. ഇതൊന്ന് തീർന്നോട്ടെ, പറയട്ടെ. അഭിലാഷി, നഷ്ടപ്പെട്ട സമയം എനിക്ക് തരണം. ഞാൻ ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഞാൻ കാണിക്കേണ്ട ഒരു മര്യാദ ഉണ്ട്. എന്നാ ഞാൻ കാണിക്കേണ്ട മര്യാദ, എന്റെ മനസ്സിൽ പകയുണ്ടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും വൈകാരികത ഉണ്ടെങ്കിലും ഞാൻ ഒരു പക്ഷേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ ഞാനൊന്ന് പ്രതികരിച്ചാൽ പിറകിൽ ഇത്തരത്തിൽ പ്രതികരണമായി 100-കണക്കിന് പ്രവർത്തകർ വരും. ആ പ്രവർത്തകർ നിഷ്കളങ്കരാണ്. അഭിലാഷി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ പറയുന്ന SFIയുടെ സംസ്ഥാന ഭാരവാഹി അഫ്സൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടല്ലോ, ഞങ്ങൾ തിരിച്ചു കൊടുക്കാന്ന്. അത് ഇടുന്നത് എവിടെയാ? EMEA കോളേജിൽ. ഇദ്ദേഹം ആ വരാന്തയിലേക്ക് പോലും വന്നിട്ടില്ല. അവിടെ വന്നതാരാ? SFIയുടെ സാധാരണ പ്രവർത്തകന്മാർ. അവിടെ പ്രശ്നം ഉണ്ടായാൽ ആർക്കാ പരിക്ക്? സാധാരണ SFIക്കാർക്ക്. നേതാക്കന്മാർ സുരക്ഷിതരാണ്. ഇദ്ദേഹം ജില്ലാ പഞ്ചായത്തിലോ വീട്ടിലോ സുഖമായി ഇരുന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാണ്. ഇനി രണ്ടാമത്തെ കാര്യം കൂടി നിങ്ങൾ കേൾക്കണം. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ദുരന്തോ എക്സ്പ്രസിലായിരുന്നു. ഒരു ദുരന്താണെന്ന് എനിക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തായാലും ഈ ദുരന്തോ എക്സ്പ്രസിൽ പോയ ആള് ഞാൻ വെല്ലുവിളിക്കുക, നിങ്ങളൊന്ന് പറ, നിങ്ങളുടെ ഫോണിന്റെ ടവർ ലൊക്കേഷന് നിങ്ങൾ ചാനൽ പറ, പോലീസ് എഴുതി കൊടുക്ക്, എന്റെ പറഞ്ഞ പരാതി തെറ്റാണ്. അഫ്സലെ ഇയാളൊന്നും മിണ്ടാതിരിക്കും. അങ്ങനെ പറഞ്ഞു പോകരുത്. പരസ്യമായി മാപ്പ് പറയോ? ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. വായിക്കാറാ നിങ്ങൾക്ക് സമയത്ത് നിങ്ങൾക്ക് പറയാലോ. നിങ്ങൾ സമയത്ത് ഞാൻ ഇടപെട്ടില്ലല്ലോ. മിണ്ടാതിരിക്കും. ഞാൻ ഈ പറയുന്ന അഫ്സൽ അവിടെ ഇല്ല എന്ന് അദ്ദേഹം തന്നെ എഴുതി കൊടുത്തിട്ട് പിണറായി പോലീസ് അന്വേഷിച്ചിട്ട് അവർ ലൊക്കേഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ 1000 തവണ മാപ്പ് പറയാൻ തയ്യാറാണ്. കാരണം എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വാസമുണ്ട്. പോലീസിന്റെ മധ്യത്തിൽ അവിടെ പതാക ഉയർത്താൻ വന്ന PK നവാസ് നേരിട്ട് കണ്ട ആളല്ലേ നിങ്ങൾ? ഞാൻ നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതെന്ന് അറിയോ? ഇത്രയൊക്കെ ചെയ്തിട്ട് ഈ ചാനൽ ഇങ്ങനെ ചിരിച്ചിരിക്കാൻ എത്ര മേൽ ക്രൂരമാണ് നിങ്ങൾ. അഭിലാഷ്, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. അഭിലാഷ് കേൾക്കണേ. SFI 970 അവരുടെ സംസ്ഥാന കമ്മിറ്റി ആദ്യമായി വന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. SFI എന്ന പേരിൽ 55-ാമത്തെ വർഷം കിടക്കുകയാണ്. അഭിലാഷ് പരിശോധിക്കുക നിങ്ങളുടെ ലൈബ്രറിയിൽ. 55 വർഷത്തെ SFIയുടെ പാരമ്പര്യത്തിനിടയിൽ ഇത്രയേറെ ക്രിമിനൽ കേസിൽ പ്രതികളായ സംസ്ഥാന ഭാരവാഹികളുള്ള ഒരു കാലഘട്ടം SFIയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ മറ്റൊരു വിദ്യാർത്ഥികളെയല്ല, SFIയുടെ ചരിത്രം ഞാൻ പരിശോധിച്ചിട്ടാണ് പറഞ്ഞത്. SFIയുടെ ഈ ഇരിക്കുന്ന അഫ്സൽ ഉൾപ്പെടെ, ആർഷോ ഉൾപ്പെടെ, ഈ മറ്റു ഭാരവാഹികൾ ഉൾപ്പെടെ, ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾ പരിശോധിക്കുക. ഇത്രയേറെ ക്രിമിനൽ കേസ്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഒരു മിനിറ്റ്. ഇത്രയേറെ ക്രിമിനൽ കേസിൽ പ്രതികളായ ഒരു ചരിത്രം SFIയുടെ ചരിത്രത്തിൽ ഈ കമ്മിറ്റിയുടെ കാലയളവിൽ ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം കൂട്ടിച്ചേർക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ തെളിവുകൾ നിങ്ങൾ നിസ്സാരമായി കാണരുത്. സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിക്കുന്നു, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അടിക്കുന്നു, അടിച്ചിട്ട് വേറെ ജോയിന്റ് സെക്രട്ടറി ഫേസ്ബുക്കിൽ ഇടുന്നു, ഒരാൾ വാട്സപ്പിൽ ഇടുന്നു, ഒരു സംഘടന ഒന്നാകെ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നു.